വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മൂൻ്റെ വീട്ടിലേക്ക് പോയിട്ട് രാത്രി അവിടെ കൂടാന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും മേമാൻ്റെ പരിപ്പ് കറി ഉണക്കമീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചക്ക ഒഴിച്ച് ചട്ടിയിലിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചോറ് തന്നെയാണ്. മേമ പൊതുവെ എന്ത് കറി ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ആസ്വദിച്ചിട്ടാണ് ഞങ്ങളത് കഴിച്ചു തീർത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റിലേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങി എല്ലാവരും കൂടെ. ഇന്ന് സുനീറാൻ്റെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. സുനീറ എന്ന് പറയുമ്പോഴത്തേക്കും മേമാടെ മകളാണ്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചിടുമ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് പീസ് ഞാൻ അപ്പോൾ തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ അവൾ എല്ലാവർക്കും കോഫി ഇട്ട് തന്നു. കുറച്ചുപേർ അടുക്കളയിൽ പണിയിലും കുറച്ചുപേർ ഹാളിലിരുന്നിട്ട് നല്ല വർത്താനം വരുന്നുണ്ട്. ഞാനാണെങ്കിൽ രണ്ടിടത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോയും എടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ആരുടെ വീടാണ്, എങ്ങനെ എന്താണെന്നൊക്കെ. ഇത് അമ്മൂൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മേമായും സുനീറായും ഞങ്ങൾ എല്ലാവരും കൂടെയാണ് അങ്ങോട്ട് വൈകുന്നേരം ചെന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അസ്വാക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് 18 അടവ് ഞാൻ പറ്റുന്നുണ്ട്. പക്ഷേ നടന്നില്ല ഗൈസ്. അവൾക്ക് ചോറ് കഴിക്കാൻ നല്ല മടിയാണ്. സുനീറയുടെ മന്തി അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന അരി ബസ്മതിയുടെയാണ് കേട്ടോ. വൈറ്റ് റൈസ് ആണ്. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇടണം. എന്നിട്ട് നമ്മളത് വേവിച്ചെടുക്കണം. പട്ടയും ഏലക്കായും ആണ് നമ്മൾ അരി വേവിക്കുന്ന വെള്ളത്തിലിട്ടിരിക്കുന്നത്. പിന്നെ സൺഫ്ലവറും ഒരു 4-5 കുരുമുളകും. നമുക്കിവിടെ ജനസംഖ്യ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ 2.5 കിലോ അരി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മന്തി വെക്കുന്നത്. അരി വെന്തതിന് ശേഷം നമ്മളത് ഊറ്റാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് സബോളയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും ക്യാപ്സിക്കവും ക്യാരറ്റും ഇട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അത് നല്ലോണം വയറ്റി വന്ന ശേഷം മാഗി ക്യൂബും കുറച്ചധികം കുരുമുളക് പൊടിയും മന്തി മസാല ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇടുവാണ് കേട്ടോ. പിന്നെ അരി വേവിക്കുമ്പോഴും മസാലയിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഫുഡ് കളർ ഇല്ലേ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ആ മസാലയിലേക്ക് അരി വേവിച്ചെടുത്ത വെള്ളം ഇല്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. ഈ അരി വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ സുനീറയുടെ മാത്രം സീക്രട്ട് റെസിപ്പിയാണ് കേട്ടോ. മസാല ഏകദേശം സെറ്റായി കഴിയുമ്പോഴത്തേക്കും പിന്നെ വേവിച്ച് വെച്ച അരി നമ്മൾ ഇതിലോട്ട് തട്ടിക്കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കണം. പിന്നെ 2 ഉണക്ക നാരങ്ങയും അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലായിട്ട് വെക്കണം. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് കനലിടുക, ഓയിൽ ഒഴിക്കുക, ചെമ്പടക്കുക. ചെമ്പിന്റെ മുകളിലേക്ക് വെയിറ്റും കൂടെ വെച്ച് കൊടുത്ത സാധനം സെറ്റ്. അപ്പോൾ കുറച്ച് നേരം അത് ദമ്മിലിരിക്കുന്ന ടൈം കൊണ്ട് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മയണൈസും പാത്രങ്ങൾ എല്ലാം നിരത്തുവാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെമ്പ് തുറക്കുമ്പോൾ എൻ്റെ പൊന്നു ഗൈസ് നല്ല അടിപൊളി മണം വരും. നല്ല കിടിലൻ ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യേ ഇതാണോ മന്തി, ഇങ്ങനെയല്ലല്ലോ മന്തി വെക്കുന്നതെന്നൊക്കെ. ഇത് സുനീറയുടെ മാത്രം റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറുക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. കുറച്ച് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഷിനാജിനോട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചിലപ്പോഴേ വരത്തുള്ളൂ, മഴയില്ലേ, ഞാൻ വീട്ടിൽ പോവാന്ന്. സുനീറയുടെ മന്തിയാണ് ഇന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും നോക്കിയില്ല, ആളെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ചെറുക്കന്മാർക്ക് വിളമ്പി കൊടുത്ത് അവർ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടുന്നതും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതും ഒരുമിച്ചിരുന്നുള്ള വർത്താനമൊക്കെ അടിപൊളിയല്ലേ. ഞങ്ങളത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 11 മണിയായിട്ടാണ് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോയത്.